ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ 6ാമത്തെ അധ്യായം മേളിതം. 6ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ പാഠം മലയാളം എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇതൊരു കവിതയാണ്. വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ വള്ളത്തോൾ കവിതകളിൽ നിന്നെടുത്ത ഒരു കവിതാ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ 4ാം ക്ലാസ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ മാഷ് നമ്മോട് പറഞ്ഞു തന്നത് ഈ കവിതയുടെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഇതിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തു വന്നിരുന്നത്. ഇന്ന് ഈ ഭാഗത്ത് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനങ്ങൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു ജീവചരിത്രം എഴുതാനാണ് ഒരു പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ പ്രവർത്തനം ഈ താഴെയുള്ള പ്രയോഗഭംഗി വിശദമാക്കാമെന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. കവിതയിൽ നല്ല മനോഹരമായ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അതിൻ്റെ ഭംഗി വിശദീകരിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. 3ാമത്തെ ഒരു പ്രവർത്തനം നമ്മൾ മലയാളം എന്ന് പറയുന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പ്രവർത്തനമാണ്. ഇങ്ങനെ 3 പ്രവർത്തനമാണ് നമ്മോട് പറഞ്ഞിട്ടിരിക്കുന്നത്. 1 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനും, 2 വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു ജീവചരിത്രം തയ്യാറാക്കാനും, 3 ഈ കവിതയിലെ പ്രയോഗഭംഗി കണ്ടെത്താനുമുള്ള പ്രവർത്തനങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ഓരോരോ പ്രവർത്തനങ്ങളായി നോക്കാം. ഇതിൽ 1ാമത്തെ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത് മലയാളം കവിത എഴുതിയ വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു ചെറിയ ജീവചരിത്രമാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ ചെറിയ രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഇതിൽ അനുബന്ധമായ അറിവ് കൂട്ടിച്ചേർക്കലുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വള്ളത്തോൾ ശ്രീനാരായണ മേനോൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, ഒരു മാതൃക. ആ മാതൃക നമുക്കൊന്ന് വായിച്ചു നോക്കാം. വള്ളത്തോൾ നാരായണ മേനോൻ ജീവചരിത്ര കുറിപ്പ്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വള്ളത്തോളിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിക്കാൻ കഴിയുമെങ്കിൽ ഒട്ടിക്കാം. 1878 ഒക്ടോബർ 16 തിരൂരിന് സമീപം വള്ളത്തോൾ കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും കടുങ്ങോട്ടു മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും മകനായി വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചു. മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ആധുനിക കവിത്രയങ്ങളിൽപ്പെട്ടയാളാണ് വള്ളത്തോൾ. മലയാള ഭാഷയെ ലോകത്തിനു മുമ്പിൽ ധൈര്യമായി അവതരിപ്പിച്ചതും മലയാളത്തിൻ്റെ തനത് കലയായ കഥകളിയെ പരിപോഷിപ്പിച്ചതും ഇദ്ദേഹമാണ്. സ്വാതന്ത്ര്യത്തിനായി തൂലിക പടവാളാക്കി മാറ്റി ബ്രിട്ടീഷുകാർക്കെതിരെ സമരകാഹളം മുഴക്കുന്നതിന് ഭാരത ജനതയെ ഒന്നടങ്കം ആവേശഭരിതരാക്കുകയും മഹാത്മാജിയുടെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും ചെയ്ത മഹാനായിരുന്നു മഹാകവി വള്ളത്തോൾ. ഒരു രോഗബാധയെ തുടർന്ന് ബധിരനായി. ഇതേ തുടർന്ന് ബധിരവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത വളരെ പ്രശസ്തമാണ്. സാഹിത്യമഞ്ജരി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, അച്ഛനും മകളും, ചിത്രയോഗം മഹാകാവ്യം എന്നിവ പ്രശസ്ത കൃതികളാണ്. കേരള വാൽമീകി എന്നും കഥകളിയുടെ സമുദ്ധാരകൻ എന്ന നിലയിൽ കേരള ടാഗോർ എന്നും വള്ളത്തോൾ വിളിക്കപ്പെട്ടു. 1958 മാർച്ച് 13 79 വയസ്സിൽ വള്ളത്തോൾ അന്തരിച്ചു. ഇതാണ് വള്ളത്തോളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ്. ജീവചരിത്രക്കുറിപ്പിൽ ഇനിയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഈ ജീവചരിത്രക്കുറിപ്പ് മനോഹരമാക്കി എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ 2ാമത്തെ പ്രവർത്തനം ഒന്ന് നോക്കാം. 2ാമത്തെ പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിലെ പ്രയോഗഭംഗി കണ്ടെത്തി വിശദമാക്കാം എന്നുള്ള ഒരു പ്രവർത്തനമാണ്. ടെക്സ്റ്റ് ബുക്കിലെ 90ാമത്തെ പേജിലാണ് ഈ പ്രവർത്തനം ഉള്ളത്. നോക്കൂ, ഇവിടെ 2
പ്രയോഗം കൊടുത്തിട്ടുണ്ട്. മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്ക ചിലങ്ക. ഇത് ആ കവിതയിലുള്ള ഒരു പ്രയോഗമാണ്. വിചിത്ര പക്ഷി ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ വേറെ ഒരു പ്രയോഗമാണ് കവിതയിൽ. രണ്ട് പ്രയോഗങ്ങൾ. ഇനിയും ധാരാളം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട് കവിതയിൽ. ആ പ്രയോഗങ്ങൾ കണ്ടെത്തി എന്താണ് അതിൻ്റെ ഭംഗി, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദമാക്കുന്ന പ്രവർത്തനമാണ് നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. നോക്കൂ, ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പ്രയോഗങ്ങൾ വരികൾ എന്നെഴുതി 2 കള്ളികളാക്കി ഒരു ഭാഗത്ത് അതിലെ പ്രയോഗങ്ങളും അതിലെ വരികൾ, അതായത് വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്, ആ വിശദീകരണവും കണ്ടെത്തി എഴുതാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഏതൊക്കെ പ്രയോഗങ്ങളാണ് നടത്തിയിരിക്കുന്നത് നോക്കാം. ഒന്നാമത് വിചിത്ര പക്ഷി ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ എന്ന വരിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാനാവർണ്ണത്തിലുള്ള ചിറകുകളോട് കൂടിയ പക്ഷികൾ ചേക്കേറുന്ന മരം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതായത് പക്ഷികളുടെ ചിറകിൻ്റെ വർണ്ണഭംഗി മഴവില്ല് പോലെ മനോഹരമാണ് എന്ന സൂചനയാണ് ഈ വരികളിൽ കൂടി വിചിത്ര പക്ഷി ചിറകിൽ മഴവില്ലാർന്ന ശാഖികൾ എന്ന ഈ പ്രയോഗത്തിൽ കൂടി കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ഒരു പ്രയോഗം മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്ക ചിലങ്കയായി എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. കേരളത്തിൻ്റെ പ്രകൃതി സുന്ദരമായ കാഴ്ചകളുടെ ഭംഗിയും കലാരൂപങ്ങളുടെ കിലുക്കവും തങ്കച്ചിലങ്കയായി സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രയോഗത്തിൽ കൂടെ. ഭാരതം എന്ന രാജ്യത്തിൻ്റെ, എന്ന ദേശത്തിൻ്റെ കാലുകളിൽ അണിഞ്ഞിരിക്കുന്ന മണിത്തങ്ക ചിലങ്കയാണ് നമ്മുടെ കേരളം. കാരണം ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ഈ താഴെ അറ്റത്ത് കാൽപാദത്തിലാണ്, പാദഭാഗത്തായിക്കൊണ്ടാണ് കേരളമുള്ളത്. അപ്പോൾ ഈ പ്രകൃതി സുന്ദരമായ കാഴ്ചകളും ഭംഗിയൊക്കെ അവിടെ കൂടിയിട്ട് അത് ഒരു ചിലങ്ക കെട്ടിയ മാതിരിയാണ് കവി കേരളത്തിൻ്റെ കിടപ്പിനെ വർണ്ണിക്കുന്നത്, പ്രയോഗിക്കുന്നത്. അടുത്തത് മേഘങ്ങളാൽ ഉരുൾപ്പെട്ട മല കുന്നുകൾ മേടുകൾ എന്ന ഒരു പ്രയോഗമുണ്ട്. അതിൽ ഉയർന്നു നിൽക്കുന്ന മലകളിലും കുന്നുകളിലും മേഘങ്ങൾ താഴ്ന്നിറങ്ങി മൂടിപ്പുതച്ച് നിൽക്കുന്ന ഭംഗിയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ മേഘങ്ങളാൽ ഉടുപ്പിട്ട മല കുന്നുകൾ മേടുക. നമ്മളെ കാഴ്ചകൾ എപ്പോഴും ഈ കാഴ്ച നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്, നമ്മളെ ഹരം പിടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അതാണ് ഈ പ്രയോഗം, മേഘങ്ങളാൽ ഉടുപ്പിട്ട മല കുന്നുകൾ മേടുകൾ. വേറൊരു പ്രയോഗമാണ് പശ്ചിമപ്പെട്ട പാടങ്ങൾ. പശ്ചിമപ്പെട്ട പാടങ്ങൾ പ്രകൃതി ഭംഗി സൂചിപ്പിക്കുന്നിടത്ത് അതും പറയുന്നുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ പാടങ്ങളൊക്കെ കൃഷി ചെയ്ത് ഫലഭൂയിഷ്ടമായ പാടങ്ങളാണ് നമുക്കുള്ളത് എന്നാണ് ഈ പശ്ചിമപ്പെട്ട പാടങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് കവിതയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തൊരു പ്രയോഗമാണ് നാനാപ്രകൃതി സൗന്ദര്യ പ്രദർശന മണിക്കളം എന്ന ഈ ഒരു പ്രയോഗം. അവസാനത്തിലുള്ള പ്രയോഗമാണ്. പ്രകൃതിയിലെ മുഴുവൻ സൗന്ദര്യവും മേടിക്കുന്ന ഭൂമിയാണ് കേരളം എന്നാണ് ഈ പ്രയോഗം കൊണ്ട്, സൗന്ദര്യ പ്രദർശന മണിക്കളം എന്ന ഈ പ്രയോഗം കൊണ്ട് കവിതയിൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മനോഹരമായ ധാരാളം പ്രയോഗങ്ങൾ ഇനിയും ആ കവിതയിലുണ്ട്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ കണ്ടെത്തി വിശദീകരിക്കാനാണ് നിങ്ങൾ ഈ പ്രവർത്തനം പ്രയോഗിക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചതിന് ശേഷം അത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് ഈ പ്രവർത്തനം. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത പ്രവർത്തനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ മലയാളം എന്ന് പറയുന്ന ഈ കവിതക്ക് മനോഹരമായ ആസ്വാദന കുറിപ്പ് എഴുതാനാണ്. മൺപിയന്നു വിളങ്ങുന്നു മലയാളം മനോരമം എന്ന് തുടങ്ങുന്ന വള്ളത്തോളിൻ്റെ ഈ കവിതക്ക് നിങ്ങൾ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പും നമ്മൾ ധാരാളം ആസ്വാദന കുറിപ്പുകൾ കവിതകൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അന്ന് ടീച്ചർമാർ ആ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്നുകൂടി ഓർമ്മിക്കാം. ഒന്ന്, നമ്മളൊരു വിശദീകരണ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കവിത എഴുതിയ കവിയെക്കുറിച്ച് ഒരു പരിചയം നടത്തണം. ഈ കവിതയെക്കുറിച്ചും ഒരു പരിചയം നടത്തണം. പ്രധാനപ്പെട്ട പ്രമേയം, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ ആസ്വാദന കുറിപ്പിൽ വരണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആശയം, ഈ കവിതയിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ് ഇതിലെ ആശയം. ഇതേമാതിരി ഒരു കവിതയിൽ പ്രധാന ആശയം ഉണ്ടാകും, അത് അതിൽ വരണം. അതുപോലെ തന്നെ വർണ്ണനകളൊക്കെ ഈ കവിതയിൽ പറയുന്ന പലതരത്തിലുള്ള വർണ്ണന, നമ്മൾ ഒരുപാട് വർണ്ണനകൾ കണ്ടതാണ്.
ഇത്തരത്തിലുള്ള വർണ്ണനകൾ നമ്മളെ ആസ്വാദനക്കുറിപ്പിൽ ഇടം നേടണം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വരികളും ഈ കവിത നൽകുന്ന സന്ദേശവുമൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒക്കെ ആയിരിക്കണം നമ്മൾ ഒരു കവിത ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ആസ്വാദനക്കുറിപ്പിന്റെ മോഡൽ നമുക്ക് ഒന്ന് കാണാം. ഇവിടെ ഈ കവിതയ്ക്ക്, മലയാളം എന്ന് പറയുന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. മലയാളം കവിതയുടെ ആസ്വാദനക്കുറിപ്പ്. ആധുനിക കവിത്രയങ്ങളിൽപ്പെട്ട കവിയും കേരളത്തിന്റെ മഹാകവിയുമായ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിതയാണ് മലയാളം എന്ന കവിത. ഈ കവിത അദ്ദേഹത്തിന്റെ വള്ളത്തോൾ കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്തതാണ്. മലയാള നാടിന്റെ പ്രകൃതി സൗന്ദര്യം അദ്ദേഹത്തിന്റെ ഈ കവിതയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മലയാള നാടിന്റെ പ്രകൃതി ഭംഗി ആരെയും ആകർഷിക്കുന്നതാണ്. നമ്മുടെ നാടിന്റെ പ്രകൃതി സവിശേഷതകളും സൗന്ദര്യവും ആസ്വദിക്കുന്നതിലൂടെ സ്വന്തം നാടിനെ കുറിച്ച് അഭിമാനിക്കാൻ നമുക്ക് കഴിയും. മേഘങ്ങളാൽ ഉടുപ്പിട്ട മലയും കുന്നും മേടുകളും ആന, മാൻ, പന്നി, പുലി, പോത്ത് തുടങ്ങിയ മൃഗങ്ങൾ വിഹരിക്കുന്ന കാടുകളും നമ്മുടെ നാടിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നവയാണ്. ആമ്പലുകൾ നിറഞ്ഞ പൊയ്കകളും തെളിഞ്ഞ ഓളങ്ങളുള്ള ആറുകളും നാനാവർണ്ണത്തിലുള്ള പക്ഷികൾ ചേക്കേറുന്ന വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ തോപ്പുകളും പൂച്ചെടികൾ നിറഞ്ഞ പൂന്തോട്ടവും പാടവും പറമ്പും എല്ലാം ചേർന്ന് കേരളം പ്രകൃതി സൗന്ദര്യത്തിന്റെ പ്രദർശന മണിക്കളമായി മാറിയതായി കവിതയിൽ വള്ളത്തോൾ വർണ്ണിച്ചിരിക്കുന്നു. ഈ കവിതയിലെ എല്ലാ വരികളും വളരെ ആസ്വാദ്യകരവും മനോഹരവുമാണ്. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി കേരളത്തിന്റെ മുഴുവൻ ഭംഗിയും വിശദീകരിച്ചതിന് ശേഷം ചേർത്ത നാനാപ്രകൃതി സൗന്ദര്യ പ്രദർശന മണിക്കളം എന്ന വരിയാണ്. എല്ലാ സൗന്ദര്യങ്ങളും ചേരുന്ന പ്രദർശന മണിക്കളമായി കേരളത്തെ കവി വർണ്ണിച്ചിരിക്കുന്നു. മലയാളം എന്ന ഈ കവിത മലയാളികളായ നമ്മൾക്ക് എന്നും അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ലോകത്തിനു മുമ്പിൽ കേരളവും അതിൻ്റെ പ്രകൃതി ഭംഗിയും എക്കാലത്തും ഉയർന്നു നിൽക്കാൻ വള്ളത്തോളിൻ്റെ ഈ കവിതയിലൂടെ സാധിക്കും. കൂട്ടുകാരെ, നമ്മൾ മലയാളം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പാണ് ഇപ്പോൾ ഈ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു മാതൃക മാത്രമാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആസ്വാദനക്കുറിപ്പിൽ നിങ്ങൾക്ക് ചേർക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ചേർത്തുകൊണ്ടാണ് ഈ ആസ്വാദനക്കുറിപ്പ് പൂർത്തിയാക്കി നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഈ പാഠഭാഗത്തിൻ്റെ കഴിഞ്ഞ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ട്. ഇനി വരാൻ പോകുന്ന പാഠങ്ങളുടെ പ്രവർത്തനങ്ങളും ഈ ചാനലിലുണ്ടാകും. നിങ്ങൾക്ക് ഈ വിശദീകരണം തൃപ്തിപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഈ വിശദീകരണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ പാഠഭാഗങ്ങളും അതിൻ്റെ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.